സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ക്രിസ്തു സർവ്വജനത്തിനും എങ്ങനെ മഹാസന്തോഷമാകും എന്ന് 3 ചിന്തകൾ നാം ധ്യാനിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് 4മതൊരു ചിന്ത കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. എന്തുകൊണ്ട്, എങ്ങനെ ക്രിസ്തു സർവ്വജനത്തിനും മഹാസന്തോഷമായി മാറും? വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, ക്രിസ്തു യേശുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3 അതിന്റെ 34 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. ദൈവം അയച്ചവൻ എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവാണ്. ക്രിസ്തു ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദൈവം ക്രിസ്തുവിലൂടെ അളവ് കൂടാതെ കൊടുക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് വീണ്ടും യോഹന്നാൻ സുവിശേഷത്തിൽ 14 അതിന്റെ 16 പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ക്രിസ്തു യേശു ചോദിച്ച് പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് വാങ്ങി നൽകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കുക, അപ്പോസ്തലന്മാർ മാളിക മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ പരിശുദ്ധാത്മാവെന്ന ദാനം അത് ക്രിസ്തുയേശുവിലൂടെയാണ് നൽകപ്പെട്ടത്. ആ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ശേഷം ശിഷ്യഗണങ്ങൾ എന്തുമാത്രം ആത്മസന്തോഷത്തിലാണ് ശുശ്രൂഷ ചെയ്തത് എന്ന് വ്യക്തമായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആത്മാവിന്റെ ഫലത്തിൽ ഒന്നാണ് സന്തോഷം എന്ന്. അങ്ങനെയെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കുക, ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപക്ഷമ, വീണ്ടെടുപ്പ്, രോഗസൗഖ്യം, ശത്രുവിൽ ആകുന്ന പൈശാചികരിൽ നിന്നല്ലെങ്കിൽ മരണത്തിൽ നിന്നുള്ള ജയം, ഇവയെപ്പോലെ അല്ലെങ്കിൽ ഇവയേക്കാൾ നാം സന്തോഷിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടെ വചനം വ്യക്തമാക്കുന്നുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയെങ്കിൽ ദിനംതോറും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദത്തം നൽകി ദൈവത്തോട് ചോദിച്ചു വാങ്ങി നൽകുന്ന ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കും നൽകി ദിനംതോറും ഞങ്ങളെ പുതുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കട്ടെ. ആമേൻ.